40-ൽ പരം എഴുത്തുകാരാണ് വിശുദ്ധ ബൈബിൾ രചിക്കുകയുണ്ടായത്. അവരെല്ലാവരും വിവിധ കാലഘട്ടങ്ങളിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരായിരുന്നു. They were all born in different time periods and lived in different time periods. So they had a different profession. They were in a different continent. വേറൊരു കോണ്ടിനെന്റിലും ഡിഫറെന്റ് ആയ പ്രൊഫഷണലാകപ്പെട്ട ദേവദാസന്മാരായിരുന്നു. ഇതിന്റെ ആദ്യത്തെ പുസ്തകം എഴുതുന്നത് ഏകദേശം BC 1500-ലാണ്. The first book, the Genesis, written around BC 1500. ഇതിന്റെ ലാസ്റ്റ് ബുക്ക് എഴുതുന്നത് ഏകദേശം AD 19-ലാണ്. The last book, the Revelation, is around AD 900. അതുകൊണ്ട് ഇതിന്റെ ആദ്യത്തെ പുസ്തകം എഴുതിയ ആളിനെ അവസാന എഴുത്തുകാരൻ കണ്ടിട്ടില്ല. You know, the first author has not seen the last author. അതുകൊണ്ട് 1600-ൽ പരം വർഷങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം എഴുതി തീർന്നത്. Around 1600 years it took to complete this book. ഇതിന്റെ എഴുത്തുകാരിൽ ചിലർ ആട്ടിടയരായിരുന്നു, Some were shepherds, ചില പ്രിയപ്പെട്ടവർ രാജാക്കന്മാരായിരുന്നു, some were kings, ചില പ്രിയപ്പെട്ടവരെ ദ്വീപിലാണ് താമസിച്ചത്, some lived on the islands, ചില പ്രിയപ്പെട്ടവരെ പ്രിസണിലാണ് താമസിച്ചത്, some were in prison, ചിലര് കാട്ടിലായിരുന്നു, some were in the forest, ചില പ്രിയപ്പെട്ടവർ കൊട്ടാരത്തിലായിരുന്നു. some were in the palace. ഇവരിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലായിരുന്നു. None of these people have seen each other. പക്ഷേ we cannot see any contradiction in the Bible. ബൈബിളിൽ നമുക്ക് ഒരിക്കലും വൈരുദ്ധ്യങ്ങൾ കാണാൻ We സാധിക്കില്ല. don't see any contradiction in the Bible. കാരണം ആദ്യത്തെ എഴുത്തുകാരൻ അവസാനത്തെ എഴുത്തുകാരനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും there is a uniformity and the harmony in all through the Bible. Though the first author and the last author have never met each other, but there's always an harmony and continuation in the Bible. അപ്പോൾ അത്ര മനോഹരമായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പുസ്തകം വായിക്കുവാൻ ധ്യാനിക്കുവാൻ നമുക്ക് ലഭ്യമായ ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങൾ എത്രയോ ധന്യമാണ്. You know, it's so blessed to have this wonderful book, this blessed book, to we can read it and meditate it and look unto the face of God through this book. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ഈ വിശുദ്ധ ബൈബിളാണ്. You know, the most sold book in the Bible in the world is the Bible. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റിട്ടുള്ള പുസ്തകവും ഈ ബൈബിളാണ്. You know, this is the one which is freely distributed and bought book in the world. ഏറ്റവും സൗജന്യമായിട്ട് കൊടുക്കുന്ന പുസ്തകവും ഈ ബൈബിൾ. This is a book which is so freely given in this world. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനമുള്ള പുസ്തകം ഈ പുസ്തകമാണ്. Most criticism has happened to this book in the Bible. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പുസ്തകവും ഈ പുസ്തകമാണ്. The most believed and worshipped book also is the Bible. അപ്പോൾ തന്നെ ലോകത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. This is a book which everybody likes in this world. ഈ പുസ്തകത്തിൽ അനേക മനോഹരമായിരിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. There are many beautiful things that is written in this book. ഈ പുസ്തകത്തിൽ സയൻസ് ഉണ്ട്. There's science in this book. ഈ പുസ്തകത്തിൽ ഹിസ്റ്ററി ഉണ്ട്. There's history in this book. ഈ പുസ്തകത്തിൽ പ്രോവർബ്സ് ഉണ്ട്. There's proverbs in this book. ഈ പുസ്തകത്തിൽ പാരബിൾ ഉണ്ട്. There are parables here. ഈ പുസ്തകത്തിൽ ഫിലോസഫി ഉണ്ട്. Philosophy is here. ഈ പുസ്തകത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. Communication is here. ഈ പുസ്തകത്തിൽ കൗൺസിലിംഗ് ഉണ്ട്. Counseling is there. ഈ പുസ്തകത്തിൽ ഹെൽത്തിനെ പറ്റി ഉണ്ട്. There's about the health there. ഇങ്ങനെ എല്ലാ ഏരിയകളെയും വിവരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പുസ്തകം ഈ വിശുദ്ധ This is a blessed book, the Bible, which covers every aspect of life. ഇന്ന് പകൽക്കാലം ആ പുസ്തകത്തിന്റെ ചിന്തകരും ധ്യാനിക്കുവാനായിട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ എത്രയോ ധന്യരാണ്. You are so blessed that you could come and meditate and hear about this book. The greatest achievement of a man's life and the greatest knowledge of a man's life is to know the word of God. ദൈവത്തിന്റെ വചനം അറിയാൻ മനസ്സിലാക്കാൻ ലഭ്യമാകുന്ന ജീവിതത്തിലെ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥ ഇന്ന് പകൽക്കാലം ലഭിച്ച പ്രിയപ്പെട്ടവരെല്ലാവരും കാര്യങ്ങൾ. Let us all praise God and bless God for this wonderful opportunity God has known for us to read and know this word of God. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം, the main message of this book is about Lord Jesus Christ. യേശുവിനെ പറ്റിയാണ്. The main message of the Bible is about the Lord Jesus Christ. കാരണം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭം മുതൽ, right from the beginning in Genesis, പഴയ നിയമത്തിന്റെ എല്ലാ താളുകളിലും പറയുന്നത് he is coming, Messiah is coming, Messiah വരുന്നു. in all the books of the Old Testament is declaring that the Messiah is coming, the Messiah is coming. പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ പുസ്തകമായിരിക്കുന്ന മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തി 1:11 വരെ പറയപ്പെടുന്നത് he is here, അവൻ ഇവിടെ ഉണ്ട്. From Matthew 1 till Acts, to the middle of the book of Acts, they're saying that he is here. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 12 മുതൽ വെളിപ്പാട് പുസ്തകം അവസാന പുസ്തകത്തിന്റെ അവസാന വാക്കുകൾ പറയപ്പെടുന്നത് he is coming again. Acts chapter 11 to right up to Revelation is declaring he is coming back again. അതുകൊണ്ട് the whole book is declaring about one person. ഒരാളിനെ കുറിച്ചാണ് ഈ ഫുൾ പുസ്തകം ഡിക്ലെയർ ചെയ്യുന്നത്. That is our Lord Jesus Christ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ലോകത്തിൽ 1600-ൽ പരം വർഷങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുന്ന ഈ പുസ്തകം അതിന്റെ എഴുത്തുകാർ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ എല്ലാം കേന്ദ്ര
കേന്ദ്ര വിഷയം എന്ന് പറയപ്പെടുന്നത്, the central message of this Bible is about our Lord Jesus Christ. Though the authors never knew each other, but they had one common goal which they declare, and that is about the Lord Jesus Christ. അതുകൊണ്ട് ഒരു ധന്യമായ പുസ്തകത്തിന്റെ വക്താക്കളാകുവാൻ ലഭ്യമായ ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷം ഏറ്റവും അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവം, I praise God for those people who consider themselves blessed to be a part of this book. കാരണം കർത്താവ് നമുക്ക് ഈ ഭാഗ്യകരമായിരിക്കുന്ന അവസരം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നുവല്ലോ. Because God has given us this blessed opportunity in our lives. അത് നമുക്ക് ലഭിച്ചത് ജീവിതത്തിൽ ഏറ്റവും This is അനുഗ്രഹീതമാണ്. one of the biggest blessings that God has given to us. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷമാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. These days we've been meditating on the book of Luke. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായം നമുക്ക് കാണാൻ സാധിക്കുന്നത്. In chapter 3 we see this. ആ 3-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. There's a special person in this chapter 3. അദ്ദേഹം ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്. His name is John the Baptist. He was the forerunner of our Lord Jesus Christ. He came and യേശു ക്രിസ്തു മുമ്പാകെ വന്ന ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. സ്നാപക യോഹന്നാനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ വാസ് ആക്ച്വലി ഡിഫറെന്റ്. You know, he had a different style. His diet is different, his dressing is different, his lifestyle is different. പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ വേറെ ആയിരുന്നു, പുള്ളി കഴിക്കുന്നത് ഡിഫറെന്റ് ആയിരുന്നു. കാരണം തന്നെ നോക്കിയാൽ അന്നത്തെ ഒരു പുരോഹിതന്റെ മകനായിരുന്നു. You know, he was the son of a priest. നമുക്കറിയാം അഹരോന്യ പൗരോഹിത്യത്തിന്റെ പുരോഹിതന്റെ വസ്ത്രം തന്നെ അത്രമാത്രം മോടിയുള്ളതാണ്. You know, the attire of the priest itself is so elegant. അതുകൊണ്ട് ഒരു പൗരോഹിത്യ സാഹചര്യത്തിൽ ജീവിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. John was a person who could have been, living like a king, a priest. But he changed his styles. പുള്ളിയുടെ സ്റ്റൈല് കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ച് ചെയ്തു. അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതികളിൽ അദ്ദേഹത്തിന് വ്യത്യാസം ഉണ്ടാക്കി. He changed his diet and the way he ate things. നമ്മുടെ തന്നെ വസ്ത്രധാരണ രീതി വ്യത്യസ്തമായിരുന്നു. His attire was different. അങ്ങനെയുള്ള മനുഷ്യൻ ജീവിച്ചിരുന്നത് മരുഭൂമിയിലായിരുന്നു. Such a person lived in the wilderness. അദ്ദേഹം അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് തനിക്ക് ലഭിച്ചു എന്ന്, And while he was living that, he saw the vision from God. 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ 7 പ്രിയപ്പെട്ടവരെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. In the beginning of chapter 3 they written about 7 people. അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ it was explaining about the political setting of Palestine during that time. ആ കാലത്തെ പലസ്തീനിലെ പൊളിറ്റിക്കൽ സെറ്റിംഗിനെയാണ് ഇവിടെ explain ചെയ്യുന്നത്. കാരണം the author wanted to explain that the Jesus is the historical person. യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇവിടെ ഹിസ്റ്ററി താൻ പറയുകയാണ്. This author wanted to prove that Jesus was a historian, so he's talking about history here. Let me tell you, in this morning we are serving not a mythological person, we are serving a historical person. നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മൂമ്മ കഥകളോ മിത്തോളജിയോ അല്ല നമ്മൾ വിശ്വസിക്കുന്നത് ചരിത്രത്തിൽ ജീവിക്കുകയും സഞ്ചരിക്കുകയും ചെയ്ത ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുകയും We don't believe in a story or a mythological figure, but we believe in a person who actually lived and reigned on this earth. അതുകൊണ്ടാണ് 3-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹേരോദ് ഗലീലയിലും അവന്റെ സഹോദരൻ ഫിലിപ്പോസ് ഇതുര്യ തൃക്കനേത്യ ലുസിനോസ് അബിനയിലും ഇടപ്രഭുക്കന്മാരായി. അങ്ങനെ അന്നത്തെ പൊളിറ്റിക്കൽ സെറ്റിംഗ്സിൽ ഉണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവരുടെ പേര് പറയുകയാണ്. He's mentioning about the political figures of the people who ruled in that time period. എന്നിട്ട് 2 റിലീജിയസ് സെറ്റിംഗ്സിൽ ഉണ്ടായിരുന്ന 2 പ്രിയപ്പെട്ടവരുടെ പേര് പറയുകയാണ്. It talks about 2 people who are in the religious arena of life. 2-ാം വാക്യത്തിൽ പറയുന്നത് ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരുമായിട്ടിരിക്കുന്ന കാലം. And that's and Caiaphas being the high priest of that time. കാരണം അന്നത്തെ പൊളിറ്റിക്കൽ വേൾഡിനെ പറ്റിയും റിലീജിയസ് വേൾഡിനെ പറ്റിയും ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ്. The author is talking about the political part of the world and the religious part of the world too. ഇതിന്റെ ഈ ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത് he was a historian. He was articulating everything in an orderly way. ഒരു orderly വേയിലാണ് ഈ ഹിസ്റ്റോറിയൻ ആയിരിക്കുന്ന എഴുത്തുകാരൻ ഇതെല്ലാം എഴുതുന്നത്. And he was sharing the political settings and also the religious settings during that time. അല്ലി ആ കാലത്തെ പൊളിറ്റിക്കൽ സെറ്റിംഗും ആ കാലത്തെ റിലീജിയസ് സെറ്റിംഗും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പൊളിറ്റിക്കൽ വേൾഡും റിലീജിയസ് വേൾഡും ഉണ്ടായിരുന്നപ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. While all this political religious things happening, one person received the grace of God. കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സെക്കറിയാവിന്റെ മകനായിരിക്കുന്ന യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. It says God came unto John the son of Zechariah in the wilderness. മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. In the wilderness he heard the word of God. ഇതിനു മുൻപിൽ പറഞ്ഞിരിക്കുന്ന
പ്രിയപ്പെട്ടവരൊക്കെ അവിടുത്തെ ഉന്നത കുല സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട all the other people you talked about a little while ago, they were all people of high society like that time. Pilate was a governor during that time. Pilatos ഒരു ഗവർണർ ആയിരുന്നു. അതുപോലെ തന്നെ ഹന്ന and Caiaphas, they were the religious leaders of that time. Annas and Caiaphas, they were religious leaders. But here John the Baptist, he was in the wilderness and he got the revelation from the Lord. ഇവിടെ യോഹന്നാൻ ഒരു wilderness താമസിക്കുന്നുണ്ട്. പുള്ളിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടി. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും ദൈവം ഇടപെടുവാനായിട്ട് മരുഭൂമിയാണെങ്കിലും കഴിയും. No matter what the situation life, even if it is a wilderness, God can speak to you. Wilderness is actually a dry place, desolate place, and especially in Jewish understanding, it's the place of devil. പിശാചിന്റെ സ്ഥലമാണ്. Wilderness is a dry place, a lonely place. Those times they believe that it's a place of satanic presence. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് മരുഭൂമിയിൽ തനിക്ക് ലഭിക്കുകയാണ്. But John received the word of God in the wilderness. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് ആയിരിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും സ്വർഗ്ഗത്തിലെ ദൈവം നൽകി തരും. Today, no matter in what situation that you are in, but still God can speak to you. യോഹന്നാൻ സ്നാപകന് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുകയാണ്. John the Baptist received the word of God. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിന്റെ സ്പർശനവും ദൈവത്തിന്റെ അരുളപ്പാടും ദൈവത്തിന്റെ വചനവും നിങ്ങൾക്ക് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി തരും. May the Lord, may the Spirit of God give you grace that you can hear from the word of God and feel the touch of the Holy Spirit this morning. മരുഭൂമിയിലും യോഹന്നാൻ സ്നാപകന് ദൈവത്തിന്റെ അരുളപ്പാട് Even in the wilderness, John heard the word of God. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ സന്ദേശം എന്ന് പറയപ്പെടുന്നത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. His message is like this. അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. In verse 3 it says, യോർദാൻ അരികിലുള്ള നാട്ടിലൊക്കെ വന്ന് പാപമോചനത്തിനുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. And he came into all the country about Jordan and preaching the baptism of repentance. യോഹന്നാൻ സ്നാപകന്റെ പ്രഭാഷണ വിഷയം സബ്ജക്റ്റ് എന്ന് പറയപ്പെടുന്നത് മാനസാന്തരം എന്നുള്ളതായിരുന്നു. The subject of John the Baptist preaching was repentance. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെയും സബ്ജക്റ്റ് എന്ന് പറയപ്പെടുന്നത് മാനസാന്തരം എന്നുള്ളതായിരുന്നു. Even our blessed Jesus Christ, his subject of preaching was repentance. കാരണം കർത്താവ് പറഞ്ഞല്ലോ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. That's why Jesus said earlier, the time has come for you to be repentant and receive the word of God. ഇവിടെ യോഹന്നാൻ സ്നാപകനും പറയപ്പെടുന്നത് മാനസാന്തരപ്പെടുക, പാപങ്ങൾക്കായിട്ട് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. That's what John is saying, repent from your sins. ആ മാനസാന്തരവും അതുപോലെ തന്നെ പാപമോചനവും നൽകുവാനായിട്ടുള്ള ഒരു വ്യക്തിയെ യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുകയാണ്. John is introducing a person who can give the healing of sin to those who repent. അതുകൊണ്ടാണ് 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നു, all flesh shall see the salvation of God. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. All the flesh shall see the salvation of God. Verse 6. ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ മെസ്സേജ് എന്ന് പറയപ്പെടുന്നത് he was introducing a person, Jesus Christ. യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. John was introducing Jesus Christ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കും നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കർത്താവായ യേശുക്രിസ്തു. Even this morning our duty is to introduce a person to you. His name is Jesus Christ. ശ്രദ്ധിക്കുക, ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. John is introducing our blessed Lord Jesus Christ. താൻ പറയപ്പെടുന്നത് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. There is only one who can save mankind, and that is Jesus. ലോകത്തിലേക്ക് അനേക ദൈവങ്ങൾ, ദേവന്മാർ, നല്ല ആളുകളെല്ലാം ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. There are many gods, goddesses, good people who have come to this world. There are many people came into this world to save the humanity, and they did lot of wonderful things for the emancipation of the community. മാനവജാതിയെ രക്ഷിക്കാൻ അനേകർ കടന്നു വന്നിട്ടുള്ള അനേക നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. മനുഷ്യന്റെ സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയും എഡ്യൂക്കേഷന് വേണ്ടിയും വിമൻ എംപവർമെന്റിന് വേണ്ടിയും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ മാറ്റുവാൻ വേണ്ടിയും അബോളിഷൻ ഓഫ് സ്ലേവറി ഒക്കെ മാറ്റുവാൻ വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അനേക പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. Many people have come, Lord, for the upliftment of the people, to cast out the all the bad things of this world and do good things. Many good people have come. ഭാരതത്തിൽ നമുക്ക് ഫ്രീഡം നൽകുവാൻ വേണ്ടി മഹാത്മാഗാന്ധി വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നും ലോകത്തിൽ സാമൂഹികമായിട്ട് മനുഷ്യനെ ഉദ്ധരിക്കാൻ അനേക പ്രിയപ്പെട്ടവരും കഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാം നല്ലത് തന്നെയാണ്. Like Mahatma Gandhi came to save the land of India, Martin Luther was risen up in the United States. So many great people
have come. But there is only one person came into this world to save the sinners, save the people from the sin. ഒരുവൻ മാത്രമേ വന്നിട്ടുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കാരണം ലോകത്തിലേക്ക് വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും രഹസ്യമോ പരസ്യമായിട്ടുള്ള ജീവിതത്തിൽ പാപമുണ്ടായിരുന്നു. Because everybody who came to this world other than the Lord Jesus Christ, they had sin in their lives. ശ്രദ്ധിക്കുക, ലോകത്തിൽ വന്നിരിക്കുന്ന ദൈവങ്ങളുടെയും ദേവന്മാരുടെയും മാന്യരായിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും രഹസ്യമോ പരസ്യമായ ജീവിതത്തിൽ നോക്കിയാൽ തെറ്റുണ്ട്, പാപമുണ്ട്, തിന്മയുണ്ട്. All the gods and goddesses and the great people and the big people who have come, they all have sin in their lives. അത് ക്രിസ്തു മതത്തിലുള്ള വിശുദ്ധന്മാരുടെ ആണെങ്കിലും ഹൈന്ദവ മതത്തിലുള്ളതാണെങ്കിലും മുസ്ലിം മതത്തിലുള്ളതാണെങ്കിലും എല്ലാ ദൈവങ്ങളുടെയും ദേവന്മാരുടെയും നല്ല മനുഷ്യരുടെയും രഹസ്യമോ പരസ്യമായിട്ടുള്ള ജീവിതത്തിൽ പാപമുണ്ട്. Even the saints in Christianity and all the other religions, they all had sin in their lives. എന്നാൽ പാപമില്ലാത്ത ഏക വ്യക്തി എന്ന് പറയപ്പെടുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന കർത്താവ് മാത്രമാണ്. One without sin is the one who believe and we worship the Lord Jesus Christ. There are many people, there are good people, there are noble people in this world, but they have sin in their life. But there is only one person, there is only one God who came into this world. He is the only person having no sin in his life. ജീവിതത്തിൽ പാപമില്ലാത്ത ഏക വ്യക്തി അത് കർത്താവായ യേശുക്രിസ്തുവാണ്. There's only one who has no sin in his life and he is the Lord Jesus Christ. ഇന്ന് പകൽക്കാലം അവനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Let us thank God for us for the opportunity God has given us to know him, to worship him. അതുകൊണ്ടാണ് തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസ്ലീഹ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. That's why Judas said, I have shown a person who had no sin in him. അതുകൊണ്ടാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പിലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. That's why Pilate said, I have got no hand in this righteous man. അതുകൊണ്ടാണ് മുക്കുവനായിരിക്കുന്ന പത്രോസ് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധനായവനെ നിങ്ങൾ ക്രൂശിച്ചു. That's why Peter said, you crucified the Holy One. അതുകൊണ്ടാണ് അന്നത്തെ പൗലോസ് എന്ന് പറയപ്പെടുന്ന ഗ്രേറ്റ് തിയോളജിയൻ പറഞ്ഞു, കർത്താവ് പാപമില്ലാത്തവനായിരുന്നു. That's why Paul said that the Lord was without sin. ഇന്ന് പകൽക്കാലം ഇവിടെ യോഹന്നാൻ സ്നാപകനും വിളിച്ചു പറയപ്പെടുന്ന ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. That's why John said, behold the Lamb of God which takes away the sin of the world. This is the Lamb of God carrying the sins of the world. ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ കഴിവുള്ള ഏക വ്യക്തി എന്ന് പറയപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. Only one who can save mankind from sin, and that is the Lord Jesus Christ. In this world there are many paths for the salvation. ഈ ലോകത്തിൽ salvation അനേക വഴികളുണ്ട്. In Buddhism there are 8 paths to attain the salvation. ബുദ്ധിസത്തിൽ 7 വഴികളുണ്ട് salvationന് വേണ്ടി. 8 വഴികൾ ബുദ്ധിസത്തിൽ അഷ്ടാംഗ മാർഗം എന്ന് പറഞ്ഞ് 8 വഴികൾ തന്നെ ബുദ്ധിസത്തിലുണ്ട്. Buddhism has 8 ways to salvation. അതുപോലെ തന്നെ there are 5 pillars in Islam. രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇസ്ലാമിൽ 5 പില്ലറുകളുണ്ട്. In Islam there is 5 pillars of salvation. In Hinduism there are 3 ways to attain the salvation. In ഹിന്ദുത്വത്തിൽ 3 തരത്തിൽ നമുക്ക് salvation കിട്ടും. കർമ്മമാർഗവും ഭക്തിമാർഗവും ജ്ഞാനമാർഗത്തിൽ കൂടെയാണ് ഒരാൾ മോക്ഷം പ്രാപിക്കപ്പെടുന്നത്. They say there are 3 ways, 3 different ways which in Hinduism. In Judaism there are 10 commandments to get the salvation. ജുഡായിസത്തിൽ 10 കൽപ്പനകളുണ്ട് salvation വേണ്ടി. അങ്ങനെ പലവിധമായിരിക്കുന്ന മാർഗങ്ങളിൽ കൂടെയാണ് ലോകമതങ്ങളിൽ രക്ഷ പ്രാപിക്കപ്പെടുന്നത്. In the worldly ways there are so many ways for salvation. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, salvation is not attaining, it is obtaining. Salvation is not attained, it is obtained from God. Salvation എന്ന് പറയപ്പെടുന്ന കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. By grace you have been saved. കാരണം രക്ഷ നമുക്ക് പണം കൊടുത്ത് മേടിക്കുവാൻ സാധിക്കുന്നതല്ല. We cannot buy this salvation. രക്ഷ നമുക്ക് ജ്ഞാനത്തിൽ ലഭ്യമാകുന്നതല്ല. We cannot gain this salvation with our knowledge. രക്ഷ നമുക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. We cannot get this salvation by our deeds. കാരണം പണമുണ്ടെങ്കിൽ ഇവിടുത്തെ പണക്കാരന് മാത്രമേ രക്ഷ ലഭിക്കത്തുള്ളൂ. If it could be bought, only the rich could buy it. അതുപോലെ തന്നെ ദൈവത്തെ പ്രസാദിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങൾ അവലംബിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചിലപ്പോൾ സാധിക്കത്തുള്ളൂ. എന്നാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സൗജന്യമായിട്ട് നൽകുന്ന രക്ഷ അത് കർത്താവിൽ കൂടെ മാത്രമാണ്. ലോകത്തിലെ മതങ്ങളെല്ലാം എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. എന്നാൽ ക്രിസ്തു വിശ്വാസം എന്ന് പറയപ്പെടുന്നത് ഒന്നും ചെയ്യാതെ കൃപയാൽ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം കൃപയാൽ
സൗജന്യമായിട്ട് ലഭ്യമായിരിക്കുന്ന കൃപ അനുഭവിക്കപ്പെടുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം Praise ചെയ്യുന്നു. God for all of us, Aliyah, who have received this salvation through grace. ലോകത്തിലെ മതങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഡോക്ടറിനും ഐഡിയോളജിയും there are in the whole world we can see that the religion has some doctrine or ideology. Aliyah, എല്ലാ മതത്തിനും അവരോട് ഡോക്ടറിനും ഐഡിയോളജീസും ഉണ്ട്. എന്നാൽ നമ്മൾ പറയപ്പെടുന്ന ഒരു ഡോക്ടറിനോ ഐഡിയോളജിയോ അല്ല. നമ്മൾ പറയുന്നത് we are sharing about the person of Lord Jesus We Christ. are not preaching a doctrine, we are not preaching ideology, we are preaching one man, and that is Jesus Christ. ഇന്ന് പകൽക്കാലം മനുഷ്യ ജീവിതത്തിൽ രക്ഷ നൽകുവാൻ സൗജന്യമായിട്ട് നൽകുവാൻ കഴിയുന്നത് കർത്താവിന് മാത്രമാണ്. Only the Lord Jesus Christ can give you salvation this today. കാരണം ദൈവം നൽകുന്നതെല്ലാം സൗജന്യമാണ്. But whatever God gives, it is free. വില കൂടിയതെല്ലാം സൗജന്യമായിട്ട് നൽകുന്നത് ദൈവം മാത്രമാണ്. God is the only one who gives expensive stuff free. കാരണം നമുക്ക് വായു സൗജന്യമാണ്, വെളിച്ചം സൗജന്യമാണ്, വെള്ളം സൗജന്യമാണ്. Because the air is free, the light is free, the water is free. കാരണം ലോകത്തിലെ ഏത് വ്യക്തികൾക്കും വെളിച്ചം ലഭിക്കും, വെള്ളം ലഭിക്കും, വായു ലഭിക്കും. Every person, they have the freedom to get air, water. പണം കൊടുത്ത് മേടിക്കാൻ കഴിയുമെങ്കിൽ അത് പണക്കാരന് മാത്രമേ ലഭിക്കത്തുള്ളൂ. Only it was available through money, only the rich could afford it. എന്നാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ലഭ്യമാകുവാൻ വേണ്ടി സൗജന്യമായിട്ട് നൽകിയ രക്ഷ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. It is only through Christ Jesus that free salvation is given to man. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. That's what Peter says, hallelujah, under the sun on the earth there is only one name through which man can be saved, and that is the name of Jesus Christ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിൽ വന്ന പ്രിയപ്പെട്ടവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ രക്ഷ സൗജന്യമായിട്ട് നൽകുവാൻ കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയപ്പെടുന്നത് കർത്താവ് മാത്രമാണ്. There are many people who have done good things in this world, but salvation can come only through Jesus Christ. മറ്റുള്ളവരെല്ലാം അനേകം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നന്മ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ രക്ഷ നൽകുവാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ള ഏക വ്യക്തി എന്ന് പറയപ്പെടുന്നത് അത് കർത്താവ് മാത്രമാണ്. Many people have come and did good things in this world, but salvation can come only through Jesus Christ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? That's why all of you have come to this worship today. You need to understand, Aliyah, who gave his only begotten son, won't he give everything else along with him? ദൈവം തന്റെ പൊന്നോമന പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി സൗജന്യമായി ഈ ഭൂമിയിലേക്ക് നൽകി തന്നെങ്കിൽ അതോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടിയ ശാരീരികവും മാനസികമായിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. Hallelujah, if God can give his only begotten son, won't he give you everything pertaining to life and godliness in this world for you? ഇന്ന് പകൽക്കാലം കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങളുടെ മനസ്സുകളിൽ കർത്താവിന്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ. Let the Spirit of God give you the intuition to receive this Christ into your ഈ life. കർത്താവ് ഏതെങ്കിലും മതത്തിന്റെ ദൈവമല്ല, This God is not a God of a religion. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ദൈവമല്ല, This is not a God of a group of people. ഈ ദൈവം എന്ന് പറയപ്പെടുന്ന പെന്തിക്കോസുകാരുടെ ദൈവമല്ല. This is not the God of the Pentecost. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാ. It's a God who loves everybody equally. അതുകൊണ്ടാണ് ഈ വിവിധ മതവിഭാഗങ്ങളിൽ നിന്നും വിവിധ ഐഡിയോളജിയിൽ നിന്നും വിവിധ ആശയങ്ങളിൽ നിന്നുമൊക്കെ ഈ മാർഗത്തിലേക്ക് അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് കൊണ്ടുവരുന്നത്. Coming to this way of life from different religions, from different ideologies. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ സ്തോത്രത്തോടെ കർത്താവിന് നന്ദി കരേറ്റിയാട്ടെ. Let us thank God for the wonderful opportunity. അതുകൊണ്ടാണ് ഇവിടെ 3-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, In verse 4, John is saying, അവന്റെ വരവിങ്കൽ എല്ലാ താഴ്വരകളും നികന്നു വരും. hallelujah, the voice of one crying in the wilderness, prepare ye the way. എല്ലാ വളഞ്ഞതും ചൊവ്വാകും. All paths will be made straight. എല്ലാ ദുർഘടമായതും നിരപ്പാകും. Every valley shall be filled, every mountain hill shall be brought low, and all the crooked shall be made straight. എല്ലാ ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. And all the flesh shall see the salvation of God. ഇന്ന് പകൽക്കാലം പറയട്ടെ, രക്ഷ എന്ന് പറയപ്പെടുന്നത് പല മേഖലകളിലും അവൻ രക്ഷിക്കുന്നവനാ. Hallelujah, he is the one who saves in different ways of your life. ആത്മഹത്യക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു DYSP അല്ലെങ്കിൽ
സൂപ്രണ്ടന്റെ അപ്പോസ്തല പ്രവർത്തികളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ മരിക്കാൻ പോവുകയാണ്, പക്ഷേ അവരോട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ We പ്രാപിക്കും. see in the Bible here, a police person here who is about to commit suicide, and the servant of God says, believe in the Lord Jesus Christ, and you and your household will be saved. അപ്പൊ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ ഒരു പ്രിയപ്പെട്ടവന് കർത്താവ് രക്ഷ നൽകുകയാണ്. Hallelujah. Here one who is in here about to commit suicide, God is giving him salvation. 12 വർഷത്തോളം രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീക്ക് സൗഖ്യം നൽകിയിട്ട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Lady who was suffering with 12 years of the issue of blood, he healed and says, hallelujah, your faith has healed you. അങ്ങനെയെങ്കിൽ രോഗത്തിൽ നിന്ന് അവൻ രക്ഷ നൽകുന്നവനാണ്. Hallelujah, he gives salvation from sickness. അതുകൊണ്ടാണ് ദീർഘവർഷങ്ങൾ ഏകയായിട്ട് കടന്നുപോയ ഒരു ശമരിയാക്കാരത്തെ സ്ത്രീയോട് പറയപ്പെടുന്നു, ഞാനാണ് ജീവന്റെ ഉറവിടം. Hallelujah, that's why it tells the Samaritan woman, I am the way of life. മാനസികമായി തളർന്നവർക്ക് രക്ഷ നൽകുന്ന രക്ഷകനാണ് ക്രിസ്തു. He gives salvation to the people who are affected mentally. ഇന്ന് പകൽക്കാലം ശരീരത്തിനും ആത്മാവിലും മനസ്സിലും സമസ്ത മേഖലകളിലും രക്ഷ നൽകുവാൻ കഴിയുന്ന ഏക വ്യക്തി അത് കർത്താവാണ്. Hallelujah, who can heal you physically, mentally, bodily. He is the Lord Jesus Christ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, മറ്റൊരുത്തനിലും there is no other person in this world to save you. മറ്റൊരുത്തനിലും രക്ഷയില്ല. Peter says there is no salvation in anybody else in this world. എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് കാൽവറിയിൽ തകർക്കപ്പെട്ടത്. Yeah, the one who can save you and me is the one who has been sacrificed on the cross of Calvary. അതുകൊണ്ടാണ് അവൻ കാൽവറിയിൽ കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞത്, it is finished, സകലവും പൂർത്തിയായി. That's why on the cross of Calvary at the end of it all he declared, all is finished. മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു പൂർത്തിയാക്കി. Oh, for the salvation of man from the side of God, God did everything and finished. ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം അവൻ കാൽവറിയിൽ പൂർത്തീകരിച്ചു. On the cross of Calvary he finished every task which God had given him. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും സ്വർഗത്തിനും ഭൂമിക്കും മധ്യത്തിൽ കാൽവറി ഉയർത്തി നിർത്തിയിരിക്കുകയാ. That's why hallelujah, Calvary is raised up under the sun on top of the world. അവന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയ രക്തം നിനക്ക് പാപമോചനം നൽകുന്നതാ. Blood that came out of him hallelujah can wash away all your sins. അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകപ്പെട്ട രക്തമുഖാന്തരം അടിപ്പിണരുകൾ നിനക്ക് സൗഖ്യം നൽകുന്നതാ. By his stripes we are healed. നിന്റെ ഏതു വിഷയങ്ങളുടെ മേലും രക്ഷ നൽകുവാൻ കഴിയുന്ന ദിവ്യ ശക്തി അവന്റെ ക്രൂസിലുണ്ട്. Hallelujah, there is power in the cross to save you from no matter what your problem is. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ആ ക്രൂസിന്റെ സാന്നിധ്യം. Those who believe, hallelujah, let us give a clap offering unto the Lord this morning. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. Hallelujah, that's why Paul says, hallelujah, the voice of the cross, hallelujah, is foolishness to this world. എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കത് ദൈവശക്തിയാണ്. Hallelujah, but those who get salvation for them, it is the power of God. ക്രൂസിന്റെ വചനത്തിൽ ശക്തിയുണ്ട്. There is power in the word of God. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. Paul says, I'm not ashamed of the gospel. അത് വിശ്വസിക്കുന്ന ഏവർക്കും അത് ദൈവശക്തിയാണ്. All who believe that is the power of God. ഇന്ന് പകൽക്കാലം അത് ശക്തിയായി നിന്റെ ശരീരത്തിന്റെ മേൽ ഇറങ്ങി വരട്ടെ. Let this power come into your body this morning. കാരണം ക്രൂസിന്റെ വചനത്തിന്റെ അകത്ത് ശക്തിയുണ്ട്. Oh, there is power in the words of Christ. അത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല. Hallelujah, it is not something about knowledge. ആത്മാവിന്റെ ശക്തിയാൽ നിനക്ക് വിടുതലുണ്ട്. It is the power of the Holy Spirit. ആത്മാവിന്റെ ശക്തിയാൽ നിനക്ക് ഭദ്രതയുണ്ട്. By the Holy Spirit you have freedom. ആത്മാവിന്റെ ശക്തിയാൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട്. By the power of the Holy Spirit you have freedom. ആത്മാവിന്റെ ശക്തിയാൽ നിനക്ക് കൃപയുണ്ട്. You have grace through the power of the ഈ രക്ഷ സൗജന്യമാണ്. salvation is free. ഈ രക്ഷ നിന്നെ സ്നേഹിക്കുന്നതാണ്. Salvation loves you. ഈ സ്നേഹം നിന്നെ വിടുവിക്കുന്നതാണ്. This love hallelujah delivers you. ഈ സ്നേഹം നിന്നെ നയിക്കുന്നതാ. This salvation, this love hallelujah will guide you.